എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുരുഷാർത്ഥങ്ങളും രാശികളും എന്നുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ചാണ്. നമുക്കറിയാം 4 പുരുഷാർത്ഥങ്ങളുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളാണ്. ഈ 4 പുരുഷാർത്ഥങ്ങൾ രാശികൾക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവ എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. മേടം അതിൻ്റെ ത്രികോണങ്ങളും ധർമ്മരാശികളായിട്ട് അല്ലെങ്കിൽ ധർമ്മ ത്രികോണങ്ങളായിട്ട് പറയും. മേടം, ചിങ്ങം, ധനു. ത്രികോണം എന്താണ് എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 5ാമത്തെയും 9ാമത്തെയും രാശികളാണ് ത്രികോണ രാശികളായിട്ട് പറയുന്നത്. അപ്പോൾ മേടത്തിൻ്റെ 5ാമത്തെ രാശിയായിട്ടുള്ള ചിങ്ങവും 9ാമത്തെ രാശിയായിട്ടുള്ള ധനുവും മേടത്തിൻ്റെ ത്രികോണങ്ങളായതുകൊണ്ട് ധർമ്മ ത്രികോണങ്ങളാണ് എന്ന് പറയും. അതായത് ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന രാശികളാണ് ഈ 3 രാശികൾ. ഇനി അർത്ഥ ത്രികോണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാം. ഇടവം അതിൻ്റെ ത്രികോണങ്ങളും. ഇടവം, കന്നി, മകരം ഈ 3 രാശികൾ അർത്ഥ ത്രികോണങ്ങളായിട്ടാണ് പറയാറ്. അതായത് അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള രാശികൾ എന്ന് പറയാം. ഈ ത്രികോണങ്ങളെ കർമ്മ ത്രികോണങ്ങൾ എന്നും പറയാറുണ്ട്. കാരണം അർത്ഥം എന്നത് പ്രധാനമായും കർമ്മത്തെ ആശ്രയിച്ചിട്ടുള്ളത് കൊണ്ട് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാശികളായിട്ടും നമ്മൾക്ക് ഈ രാശികളെ പറയാം. 3ാമത്തേത് കാമത്രികോണങ്ങളാണ്. മിഥുനവും അതിൻ്റെ ത്രികോണ രാശികളും കാമത്രികോണങ്ങളായിട്ട് പറയും. മിഥുനം, തുലാം, കുംഭം ഈ 3 രാശികളാണ് കാമത്രികോണങ്ങൾ. കാമത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ ആഗ്രഹത്തിന് പ്രാധാന്യമുള്ള രാശികളായിട്ട് നമ്മൾക്ക് പറയാം. 4ാമത്തേത് മോക്ഷ ത്രികോണങ്ങളാണ്. മോക്ഷ എന്ന ആശയത്തിന് പ്രാധാന്യമുള്ള രാശികളായിട്ടാണ് പറയേണ്ടത്. കർക്കിടകം, വൃശ്ചികം, മീനം ഈ 3 രാശികളും മോക്ഷ ത്രികോണങ്ങളായിട്ട് നമ്മൾ പറയും. ഇങ്ങനെ നമ്മൾ പുരുഷാർത്ഥങ്ങൾ രാശികൾക്കായിട്ട് സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ധർമ്മത്രികോണങ്ങളിൽപ്പെട്ട 3 രാശികളും അഗ്നിതത്വ രാശികളാണ്. അർത്ഥത്രികോണങ്ങളിൽപ്പെട്ട 3 രാശികളും ഭൂമിതത്വ രാശികളാണ് എന്നും കാമത്രികോണങ്ങളിൽപ്പെട്ട 3 രാശികൾ വായുതത്വ രാശികളാണ് എന്നും മോക്ഷത്രികോണങ്ങളിൽപ്പെട്ട 3 രാശികൾ ജലരാശികളാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ തന്നെ നമ്മൾ ഭാവങ്ങൾക്കും ഇതേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. 1, 5, 9 എന്ന് പറഞ്ഞാൽ അതായത് കാലപുരുഷൻ്റെ 1ാമത്തെ രാശിയായിട്ട് നമ്മൾ മേടത്തെ പറയും, 2ാമത്തെ രാശിയായിട്ട് ഇടവത്തെ പറയും. അങ്ങനെ 12ാമത്തെ രാശിയായിട്ട് മീനത്തെ പറയുമ്പോൾ 1ാമത്തെ രാശിയായിട്ടുള്ള മേടം, 5ാമത്തെ രാശിയായിട്ടുള്ള ചിങ്ങം, 9ാമത്തെ രാശിയായിട്ടുള്ള ധനു. അതുപോലെ തന്നെ ഭാവങ്ങൾക്കും നമ്മൾ പറയാറുണ്ട്. ഏതൊരു ഭാവത്തിൻ്റെയും ഏതൊരു ലഗ്നത്തിൻ്റെയും 1, 5, 9 ഭാവങ്ങൾ ധർമ്മ ത്രികോണങ്ങളായിട്ട് പറയും. 2, 6, 10 ഭാവങ്ങൾ അർത്ഥ ത്രികോണങ്ങളായിട്ട് പറയും. 3, 7, 11 ഭാവങ്ങൾ കാമത്രികോണങ്ങളായിട്ട് പറയും. 4, 8, 12 ഭാവങ്ങൾ മോക്ഷ ത്രികോണങ്ങളായിട്ട് പറയും. ഇത് ഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു കൺസിഡറേഷനാണ്. ഇങ്ങനെയും നമ്മൾക്ക് ഭാവം കൊണ്ട് ചിന്തിക്കാം എന്ന് പറഞ്ഞതാണ്. അതൊക്കെ നമ്മൾക്ക് ഫലഭാഗത്തിൽ വളരെയധികം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനത് മുൻകൂട്ടിയായിട്ട് പറഞ്ഞത്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ഇവയുടെ രാശികളുമായിട്ട് ഇവയ്ക്ക് എങ്ങനെ ബന്ധം, ഏതൊക്കെ രാശികൾ ഏതൊക്കെ പുരുഷാർത്ഥവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം നമ്മൾക്ക് പഠിച്ചാൽ മതിയാകും. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. ധർമ്മത്രികോണ രാശികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ രാശികളുടെ ദിക്കുകൾ എല്ലായ്പ്പോഴും കിഴക്ക് ദിക്കായിരിക്കും. അതായത് കിഴക്കിനെ സൂചിപ്പിക്കുന്ന രാശികളായിട്ടാണ് ധർമ്മത്രികോണ രാശികളെ പറയുന്നത്. മേടം, ചിങ്ങം, ധനു ഈ 3 രാശികളുടെയും ദിക്ക് എന്ന് പറയുന്നത് കിഴക്കാണ്. അതുപോലെ തന്നെ അർത്ഥ ത്രികോണങ്ങൾ ആയിട്ടുള്ള രാശികളുടെ ദിക്ക് എന്ന് പറയുന്നത് തെക്ക് ദിക്കായിരിക്കും. ഇടവം, കന്നി, മകരം ഈ 3 രാശികളും തെക്ക് ദിക്കിനെ സൂചിപ്പിക്കുന്നു. 3ാമത്തേതായിട്ടുള്ള കാമത്രികോണങ്ങളായിട്ടുള്ള രാശികൾ പടിഞ്ഞാറ് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. മിഥുനം, തുലാം, കുംഭം ഈ 3 രാശികളുടെയും ദിക്ക് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിക്കാണ്.
നാലാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകത്തിൻ്റെ ത്രികോണങ്ങളായിട്ടുള്ള, അതായത് മോക്ഷ ത്രികോണങ്ങളായിട്ടുള്ള രാശികൾ വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. കർക്കിടകം, വൃശ്ചികം, മീനം. ഇതുപോലെ തന്നെ രാശികൾക്ക് വർണ്ണങ്ങളുണ്ട്. ചാതുർവർണ്ണ്യം അല്ലെങ്കിൽ ചതുർവർണ്ണങ്ങൾ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിൽ അഗ്നിതത്വ രാശികളെല്ലാം തന്നെ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനാൽ അത് ക്ഷത്രിയ വർണ്ണത്തിൽപ്പെട്ട രാശികളായിട്ട് പറയും. അഗ്നിരാശികൾ അല്ലെങ്കിൽ ധർമ്മരാശികളെല്ലാം തന്നെ ക്ഷത്രിയ വർണ്ണത്തിൽപ്പെട്ട രാശികളാണ്. ധർമ്മത്തിനാണ് അവിടെ വളരെയധികം പ്രാധാന്യം. അർത്ഥത്രികോണങ്ങൾപ്പെട്ട രാശികളെല്ലാം തന്നെ ധനവുമായിട്ടും കർമ്മങ്ങളുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ളതിനാൽ അതിനെ പ്രധാനമായിട്ടും വൈശ്യ വർണ്ണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് ഇടവം, കന്നി, മകരം ഈ 3 രാശികൾ വൈശ്യവർണ്ണത്തിൽ വരുന്നതാണ്. കാമത്രികോണങ്ങൾ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള രാശികളായതുകൊണ്ട് അവ ശൂദ്രവർണ്ണത്തിലാണ് വരുന്നത്. മിഥുനം, തുലാം, കുംഭം ഈ 3 രാശികളുടെയും വർണ്ണം ശൂദ്രവർണ്ണമായിട്ടാണ് പറയാറ്. മോക്ഷത്രികോണങ്ങളായിട്ടുള്ള കർക്കിടകം, വൃശ്ചികം, മീനം എന്നീ രാശികളുടെ വർണ്ണം ബ്രാഹ്മണൻ്റെ വർണ്ണമാണ്. അതായത് മോക്ഷത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ അതിന് മുൻകൈ കൊടുത്തുകൊണ്ടുള്ള കർമ്മങ്ങളും ജ്ഞാനം തേടുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവയുടെ വർണ്ണം ബ്രാഹ്മണൻ എന്നുള്ള രീതിയിൽ നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. രാശികളുടെ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് വരും വീഡിയോയിൽ പഠിക്കാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. പിന്നെ രാശികളുമായി ബന്ധപ്പെട്ട വർണ്ണങ്ങൾ, ക്ഷത്രിയ, ബ്രാഹ്മണ, വൈശ്യ, ശൂദ്ര വർണ്ണത്തെക്കുറിച്ചും നമ്മൾ കുറച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതും നമ്മൾക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ശേഷം ഗ്രഹങ്ങളുടെ ദിക്കുകൾ, ഏതൊക്കെ ദിക്കിനെയാണ് ഏതൊക്കെ രാശികൾ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഇത്രയും 3 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും പഠിച്ചത്. നിങ്ങൾക്കേവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.